ഹായ് ഗായ്സ്, ഞാൻ ആയുഷ്. അപ്പൊ അമ്മ മുൻപേ പറഞ്ഞത് കേട്ടോണ്ടല്ലേ കഴിഞ്ഞ വ്ലോഗ് അവസാനിച്ചേ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാനിപ്പൂരിയാണേ. ആദ്യം തന്നെ അമ്മ കിഴങ്ങൊക്കെ കുക്കറി വെച്ച് പുഴുങ്ങിയെടുത്തായിരുന്നേ. ഇവിടെ നമ്മൾ എടുത്തത് 3 കിഴങ്ങാണേ. അങ്ങനെ കുക്കറിൽ നിന്ന് അമ്മ കിഴങ്ങൊക്കെ എടുത്ത് അതിൻ്റെ തൊലി മാറ്റി. അങ്ങനെ 3 കിഴങ്ങിൻ്റെയും തൊലി മാറ്റി. അങ്ങനെ 3 കിഴങ്ങും അമ്മ ഇപ്പോൾ കുഴച്ചെടുത്ത്. അങ്ങനെ ഇതെല്ലാം കണ്ടിരിക്കുവാണേ ഞാൻ. അത് കഴിഞ്ഞ് ഞാൻ എന്തോ ചെയ്യണമെന്ന് ആലോചിച്ച് നേരെ ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. ചുമ്മാ ക്യാമറ ഓണാക്കി വെളിയിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോഴത്തേക്ക് നല്ല വെയിലുണ്ടായിരുന്നു, കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു വീടിൻ്റെ മുറ്റം. അതൊക്കെ ആസ്വദിച്ച് സൈഡിലോട്ട് തിരിഞ്ഞപ്പോൾ ദാണ്ട പൂമ്പാറ്റി എന്ന് വെള്ളത്തിൽ കളിക്കുന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ ഇനി കയറി. പിന്നെ ഞാൻ ആലോചിച്ചു അവിടെ ഇച്ചിരി നേരം ടൈം സ്പെൻഡ് ചെയ്യാന്ന്. പിന്നെ പന്തും എടുത്ത് ഞാനും പൂമ്പാറ്റയും വെളിയിലോട്ട് ഇറങ്ങി കളിച്ച്. അപ്പോൾ ദാണ്ട് ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക നമ്മുടെ പിങ്കി. അങ്ങനെ ഇച്ചിരി നേരം പൂമ്പാറ്റയോടെ കളിച്ച് ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയപ്പോൾ അമ്മ ദാണ്ട് ഇവിടെ സവാളയും പുതിനയിലയും എല്ലാം കൂടെ ഗ്രൈൻഡ് ചെയ്ത് തുടങ്ങിയിരുന്നു. അങ്ങനെ ഗ്രൈൻഡ് ചെയ്ത പുതിനയിലയും സവാളയും ഒരു പാത്രത്തിലോട്ടാക്കി. എന്നിട്ട് നമ്മൾ മുമ്പേ പുഴുങ്ങിയെടുത്ത കിഴങ്ങും അതിലോട്ട് ഇട്ട് മിക്സ് ചെയ്ത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ കടയിലോട്ട് പോയി. നിങ്ങളിപ്പോൾ എൻ്റെ വീടും പരിസരവും എല്ലാം കാണാതെ പഠിച്ചു കഴിഞ്ഞല്ലേ. അത് കഴിഞ്ഞ് ഞാൻ കടയിൽ പോയൊരു അവിടെ കടയിൽ കണ്ട ലേസ് കൂട്ടൊരു സാധനവും വാങ്ങിച്ച് ഞാൻ നേരെ കടയിൽ നിന്ന് ഇറങ്ങി. നിങ്ങൾ ഈ കാണുന്ന എൻ്റെ വീടും പരിസരവും ഒക്കെ. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. പറയാൻ മറന്നുപോയി, അത് കഴിഞ്ഞ് ഒരു 7up വാങ്ങിച്ചായിരുന്നു. നമ്മൾ റെഡിമെയ്ഡ് പാനിപ്പൂരിയാണ് വാങ്ങിച്ചത്. അതിനകത്തുള്ള മിക്സറാണ് നമ്മളിപ്പോൾ മിക്സ് ചെയ്യുന്നത്. അങ്ങനെ ആ മസാലയൊക്കെ അമ്മ നല്ലോണം കലക്കിയെടുത്തേ. അത് കഴിഞ്ഞ് മുളക് പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് ഒരു മസാല ഉണ്ടാക്കി അമ്മ അത് നേരെ നമ്മൾ മുമ്പേ പുഴുങ്ങിയെടുത്ത് കിഴങ്ങിലോട്ടിട്ടേ. അമ്മയുടെ കയ്യിൽ നിന്ന് നേരെ തവിയും വാങ്ങിച്ച് ഞാനിരുന്ന് മിക്സ് ചെയ്ത്. അത് കഴിഞ്ഞ് നമ്മൾ തിളച്ച എണ്ണയിലോട്ട് ഒരു പൂരി മാത്രം ഇട്ട് റെഡിയാക്കി എടുത്തേ. ഒരെണ്ണം ഇട്ടിട്ട് വേണം ഇനി ബാക്കിയെല്ലാം എടുക്കാൻ. അങ്ങനെ പപ്പാതിയും നമ്മൾ സെറ്റാക്കി എടുത്തേ. ഇന്നത്തെ നമ്മുടെ വെയിറ്റർ പൂമ്പാറ്റിയാണ്. അങ്ങനെ പൂമ്പാറ്റി അമ്മ എല്ലാ സാധനവും അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞ്. ആദ്യം ഗണപതിക്ക് കൊടുക്കണമെന്നല്ലേ, അങ്ങനെ ഞാൻ തന്നെ ആദ്യം എടുത്ത് കഴിക്കാൻ തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കാരണം അമ്മ ഇതിവിടെ സ്ഥിരം ഉണ്ടാക്കുന്ന സാധനം തന്നെ. ഈ നെഞ്ചത്ത് കൈ വെക്കുന്ന കൊള്ളാത്തത് കൊണ്ടല്ല കേട്ടോ, കണ്ണൻ എന്നെ ചിരിപ്പിച്ച് നിറകെ കയറ്റിയതാ. വെറൈറ്റി വീഡിയോസുമായി ഇനി അടുത്ത വരവിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.